ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. പിന്നെ ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ വീടിൻ്റെ ഹോം ടൂർ തന്നെ ചെയ്യാമെന്ന്. അല്ലേ, എല്ലാവരുടെ സ്വപ്നമായിരിക്കുമല്ലേ ഒരു നല്ലൊരു വീട് പണിയുക എന്നുള്ളത്. അതുപോലെ നമ്മുടെ ഒരു സ്വപ്നമായിരുന്നു ഒരു വീട്, സ്വന്തമായൊരു വീടുണ്ടാക്കുക എന്നുള്ളത്. ആ വീടിപ്പം പണിതിട്ട്, അതായത് വീട് താമസിച്ച ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 വർഷമായി. അതായത് മെയ് 21 ആകുമ്പോഴത്തേക്ക് 2 വർഷമായി. ആദ്യം വീടിനെ കുറിച്ച് പറയാം. വീട് നിൽക്കുന്നത്, അതായത് വീടിൻ്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് 2000 സ്ക്വയർ ഫീറ്റാണ്. വീട് 7.5 സെൻറ്റിലാണ് പണിതത്. ഒരു സ്ക്വയർ സ്പേസ് ഒന്നും അല്ലായിരുന്നു, അതായത് ഒരു ട്രാങ്കിൾ ഷേപ്പിലുള്ള സ്ഥലമായിരുന്നു ഇത്. അവിടെയാണ് പിന്നെ നമ്മൾ വീട് പണിതിട്ടുള്ളത്. അപ്പോൾ വീട് പണിയുമ്പം ഏറ്റവും നല്ലത് പിന്നെ സ്ക്വയർ ആയിട്ടുള്ള സ്ഥലമാണ്. അതാകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. പിന്നെ ഫസ്റ്റ് നിങ്ങൾ കണ്ട രണ്ട് സ്ഥലത്തും ചെറിയ ലോൺ ഏരിയ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ വീടിൻ്റെ എക്സ്റ്റീരിയറായിട്ട് ചുമരുമ്മിൽ കുറച്ച് പിന്നെ കല്ല് സ്റ്റോൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിൽ പിന്നെ സിറ്റ് ഔട്ടിൽ പിന്നെ ചെറിയ വുഡൻ പാനൽ ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മളെ വീട്ടിൽ കുട്ടികളും പ്രായമുള്ളവരൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ കൈയൊക്കെ വെച്ചിട്ട് ചീത്തയായി, ഇപ്പോൾ ചുമരൊക്കെ പെട്ടെന്ന് ചീത്തയായി പോകുന്നതിനാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇതാണ് പിന്നെ വാതിൽ തുറന്നിട്ടുള്ളത്, അതായത് റൂമിൻ്റെ വ്യൂ എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മുടെ വ്യൂ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. പിന്നെ ഇവിടെ പാർട്ടീഷൻ പോലെ ഇവിടെ കയറി വരുന്നത് തന്നെ ലിവിങ് ഏരിയ ആണ്. അവിടെ പിന്നെ സോഫയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ചെറിയൊരു പൂജ സെറ്റിങ്, അതായത് പാർട്ടീഷൻ ചെയ്യുന്ന ആ സ്ഥലത്ത് ചെറിയൊരു പ്രെയർ ഏരിയ പോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു പാർട്ടീഷൻ പോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ വർക്ക്. പിന്നെ അവിടെ തന്നെ ലെഫ്റ്റ് സൈഡിലാണ് ഒരു ബെഡ്റൂം വരുന്നത്. ആ ബെഡ്റൂമിന് ബാത്റൂം സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുക. പിന്നെ ഓപ്പൺ കിച്ചണാണ് ഇത്, ഓപ്പൺ കിച്ചണാണ്. പിന്നെ അതുപോലെ ഇൻറ്റീരിയറായിട്ട് പിന്നെ ജിപ്സം വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. മുകളിൽ ലൈറ്റൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ 2 സ്റ്റൈലിഷ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയേണ്ടത് എങ്ങനെയാണെന്ന് കറക്റ്റ് അറിയില്ല, അതാണ് ഒരു തപ്പിപ്പിടിപ്പ്. പിന്നെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഓപ്പൺ കിച്ചൺ ഇറങ്ങിയാൽ ഒരു ചെറിയ വർക്ക് ഏരിയ ഉണ്ട്. ഈ വർക്ക് ഏരിയയിൽ നിന്നാണ് പിന്നെ കുക്കിങ്ങൊക്കെ അധികവും ചെയ്യാറ്. ഓപ്പൺ കിച്ചണിന് ചെയ്യലുണ്ട്. അതായത് കൂടുതൽ ആൾക്കാരൊക്കെ വരുമ്പോൾ ഓപ്പൺ കിച്ചണിന് ചെയ്യലുണ്ട്. അതുപോലെ ഒരു ചെറിയ ചിമ്മിനി അടുപ്പുണ്ട്. പിന്നെ അതിൻ്റെ അരിയത്തായിട്ട് തന്നെ ഒരു സ്റ്റോർ റൂമുണ്ട്. പിന്നെ വീടിന് പുറത്ത്, അതായത് വീടിന് പുറത്ത് ആ വീട്ടിൽ തന്നെ ഉൾക്കേണ്ട ഒരു കോമൺ ടോയ്ലറ്റും ഉണ്ട്. അത് പുറത്ത് നിന്നാണ് പോകേണ്ടത്. പിന്നെ ഡൈനിങ് ഏരിയൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയ കോർട്ട്യാർഡ് ഉണ്ട്. അപ്പോൾ വീട് പണിയുന്ന ആ സമയത്ത് ഇങ്ങനെ ഒരു കോർട്ട്യാർഡ് അതിലില്ലായിരുന്നു. അപ്പോൾ അത് പിന്നീട് അതിൽ ഉൾപ്പെടുത്തി കേട്ടോ. അതായത് അവിടെ ശരിക്കും ഒരു ബാത്റൂമായിരുന്നു വരേണ്ടത്. അത് പിന്നെ കോർട്ട്യാർഡാക്കി മാറ്റിയിട്ടോ. പിന്നെ അത് ആ റൂമിൻ്റെ ടോയ്ലറ്റ് പിന്നെ നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ സ്റ്റെയർ കേസിൻ്റെ താഴെയായിട്ട് എടുത്തു കേട്ടോ. പിന്നെ ഇതൊരു വാഷ് ഏരിയ ആണ്. ഇത് വാഷ് ഏരിയ. ആ വാഷ് ഏരിയൻ്റെ അരിയിൽ തന്നെയാണ് ഒരു ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമൊന്നും നമ്മൾ ഇൻറ്റീരിയർ ഡിസൈൻ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ സ്റ്റെയർ കേസാണ്. സ്റ്റെയർ കേസ് ആദ്യം ഇൻഡസ്ട്രി വർക്കിൽ ചെയ്തിട്ട് പിന്നെ വുഡൻ അതിൽ വെച്ച് ചെയ്തതാണ് കേട്ടോ. അപ്പം ഇത് വുഡൻ വിത്ത് ഇൻഡസ്ട്രി ചെയറാണ് കേട്ടോ. ഗ്ലാസ്സാണ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. കയറി വരുമ്പം ഒരു വലിയ ജനലുണ്ട് അവിടെ. അതുകൊണ്ട് അതിലൂടെ നല്ല വെളിച്ചമൊക്കെ വീടിൻ്റെ ഉള്ളിലേക്ക് കിട്ടും കേട്ടോ. പിന്നെ കയറി വരുമ്പോൾ തന്നെ ഒരു ഹാളാണ്.
കയറി വരുന്നത് വലിയ ഹാളാണ്. ഹാളിലൊന്നും നമ്മൾ പിന്നെ സോഫ വെക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം അവിടെ അനിയത്തിൻ്റെ മക്കളെല്ലാവരും വരും. ചേച്ചി ഈ ബെഡ്റൂം നമ്മൾ ഇതിൻ്റെ കട്ടിലൊക്കെ ചെയ്തത് ഇൻറ്റീരിയർ ഡിസൈനിൽ തന്നെ ചെയ്തതാണ്. പിന്നെ അവിടെ ഒരു ചെറിയ സ്റ്റഡി ഏരിയയും കൂടെ, അതായത് മോൻ്റെ ബെഡ്റൂമാണ് ഇത്, സ്റ്റഡി ഏരിയയും കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. അവൻ കുറച്ച് ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്ന കൂട്ടത്തിൽ അത് അവൻ ചെയ്ത പെയിൻറ്റിങ് ആണ് കേട്ടോ. അതുപോലെ വേറൊരു ബെഡ്റൂമാണ് ഇത്. അതുപോലെ ഇത് വേറൊരു ബെഡ്റൂമാണ്. ഇതും അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊരു ബെഡ്റൂമാണ് കേട്ടോ. ഇത് മുകളിലത്തെ സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൻ്റെ ഏരിയ അതാണ്. അപ്പം ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിൽക്കാനും പിന്നെ മൊത്തം ഒന്ന് കാണാൻ ഇതൊരു പിന്നെ വാഷിംഗ് മെഷീനൊക്കെ വെക്കുന്ന ഒരു ഏരിയയാണ്. അപ്പം ഇങ്ങനെ ഒരു ഏരിയ ഉള്ളത് കൊണ്ട് സുഖമാണ്, നമ്മൾ അലക്കി ആറിടുകയൊക്കെ ചെയ്യുക ഇവിടെയാണ് കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ വീട്.